ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റുഡിയോയിലൊക്കെ എക്സ്പെക്ട് ചെയ്തില്ല തീരെ. പരിപാടിയിൽ പങ്കെടുക്കുന്നവർ മാന്യമായി വസ്ത്രം ധരിച്ചു വരണമെന്ന് നടി തസ്നി ഖാൻ. പുതുമുഖ നടി ഐശ്വര്യ ചന്ദ്രനെതിരെയാണ് തസ്നി ഖാന്റെ വിമർശനം. മുഖ്യമന്ത്രി വി.ഡി. സതീശനൊപ്പം ഫോട്ടോ എടുക്കുന്ന വീഡിയോയിലാണ് തസ്നി ഖാൻ. എല്ലാവർക്കും നമസ്കാരം. ഐശ്വര്യ ചന്ദ്രനെതിരെ തസ്നി ഖാൻ രംഗത്ത്. എന്തുകൊണ്ട്, എവിടെ, എപ്പോഴെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം. അതായത് മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത ഒരു പ്രോഗ്രാം വേറൊന്നുമല്ല, ഏതോ ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനം എന്തോ ആയിരുന്നു കൊച്ചിയിൽ വെച്ചിട്ട്. ഓക്കെ, ആ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത ഒരു പ്രോഗ്രാമിൽ നടി ഐശ്വര്യ ചന്ദ്രൻ ഇട്ടുകൊണ്ടുവന്ന ഡ്രസ്സ് കണ്ടപ്പോൾ കുറച്ച് ഒരു എക്സ്പോസീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. ഞാനുള്ള കാര്യം പറയല്ല, എനിക്ക് ഫീൽ ചെയ്ത് എക്സ്പോസീവായിട്ട് തോന്നി. അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഇങ്ങനെ മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിൽ എന്തിനാ ഇട്ടതെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത് മോശമായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് നടി തസ്നി ഖാൻ ഒരു വിമർശനം ഉന്നയിച്ചു ഒരു കമന്റ് രൂപത്തിൽ. അതിപ്പോ ന്യൂസ് ചാനൽ അടക്കം ചർച്ചയായി വൻ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഈ കൂട്ടത്തിൽ പറയാം. എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും, എൻ്റെ സ്ഥിരം ഓഡിയൻസ് ആയിട്ടുള്ളവർക്ക് ഞാൻ എന്താണ് പറയാൻ പോകുന്നത്. എങ്കിലും നമുക്കിത് വിശദമായിട്ടൊന്ന് പരിശോധിച്ചിട്ട് നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. നമുക്ക് ആദ്യം ആ പ്രോഗ്രാമിൽ മുഖ്യമന്ത്രിയുമായിട്ട് നിൽക്കുന്ന ആ ഒരു വീഡിയോ ഒന്ന് കാണാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കുക എന്നുള്ളൊരു കാര്യം. ഇതിപ്പോ ഐശ്വര്യയുടെ ഡ്രസ്സ് അങ്ങനെ മോശം ഡ്രസ്സായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ കുറച്ച് ഇപ്പോൾ ഈ നെഞ്ചിന്റെ ഈ ഭാഗം കുറച്ച് എക്സ്പോസീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി ഒന്ന് നോക്കാമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ വളരെ വൾഗറായി നിറഞ്ഞിട്ടുള്ള മോശം ഡ്രസ്സൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ ഒക്കേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് ധരിക്കാൻ എപ്പോഴും പഠിക്കണം എന്നുള്ളത് ഒരു സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഒരു പ്രോഗ്രാമിന് വരുന്ന സമയത്ത് അതിൻ്റെതായ രീതിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യനൊക്കെ വരുന്നതല്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ ഡ്രസ്സൊക്കെ ധരിക്കാമായിരുന്നു വേണമെങ്കിൽ കുറച്ചുകൂടിയൊക്കെ മാന്യമായിട്ട്. ഇത് മാന്യത ഇല്ലാത്ത ഡ്രസ്സ് എന്ന് പറയത്തില്ല, പക്ഷെ ഇവിടെയൊക്കെ കുറച്ച് എക്സ്പോസീവായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ആ ഒരു വിമർശനങ്ങൾ വരും എന്നത് സർവ്വസാധാരണമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒക്കേഷൻ അനുസരിച്ച് ഡ്രസ്സ് ധരിക്കണം. ഒരു പട്ടി കുഞ്ഞും കേൾക്കത്തില്ല, എന്നെ തെറി വിളിച്ചിട്ട് പോകുന്നതല്ലാണ്ട്. ഓക്കെ, എന്തായാലും തസ്നി ഖാൻ ഇതിനിട്ടിട്ടുള്ള കമന്റ് ഞാനൊന്ന് വായിക്കാം. എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, തെറ്റാണോ ശരിയാണോ എന്ന് അറിയില്ല. ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം, അതിനുള്ള പെർമിഷനും അവകാശവും ഉണ്ട്. പക്ഷെ ഒരു മുഖ്യമന്ത്രി വരുന്ന സദസ്സിൽ, ഒരു നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സദസ്സിൽ മാന്യമായി ഡ്രസ്സ് ധരിച്ചു വരുവാണെങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മാന്യമായ രീതിയിൽ തസ്നി ഖാൻ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. സത്യമാണ് അല്ലെ, മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. ഞാൻ ഈ കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കുറെ നടിമാര് കെട്ടി എഴുന്നള്ളി വന്നിട്ടുണ്ടായിരുന്നു, കാണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് അത് വിമർശിക്കുകയും അതിൽ ചിലർ വന്ന് മാപ്പ് പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലവന്മാർക്ക് സാരി കൊടുക്കാൻ അറിഞ്ഞുകൂടാ, സാരി ഇങ്ങനെ കിടക്കുക, ഊരി കിടക്കുക, സാരി ഇങ്ങനെ തെറിച്ച് കിടക്കുക, സാരി ഊരണോ ഉടുക്കണോ എടുത്ത് അശയിലിടണോ എന്നുള്ള മൂഡിൽ കിടക്കുക. ആ രീതിയിലാണ് ചിലവുള്ളമാർ സാരി കൊടുത്തുകൊണ്ടൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ചില പ്രമുഖ നടിമാരുടെ ഉദ്ഘാടനങ്ങൾക്ക് വരുമ്പോൾ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ, നല്ല ആൽക്കൂലിത്ത് പരിപാടിയായിട്ട് വരാറുണ്ട് ഉദ്ഘാടനങ്ങൾക്ക് വരുന്ന സമയത്ത്. ഐശ്വര്യ ചന്ദ്രന് ഇവിടെ അതുപോലെയൊക്കെ വന്നത് തന്നെയാണ്. എന്നാൽ മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ കുറച്ചുകൂടി ഒന്ന് മാന്യമായിട്ട് വരാമായിരുന്നു എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്, അല്ലേ? അല്ലാണ്ട് നാട്ടുകാരെ കാണിക്കാനുള്ള രീതിയിൽ വരേണ്ട കാര്യമില്ല. നിങ്ങളൊക്കെ മോഡേൺ ചിന്താഗതിയാണ്, നമ്മളൊക്കെ പഴഞ്ഞൻ ചിന്താഗതിയാണ്. ഓഫ് കോഴ്സ്. അപ്പോൾ നമ്മൾ പറയുന്നത് അമ്മാവൻ മൈൻഡ് സെറ്റിലായി പോകും. അതിലമ്മാവ, നീ എന്തമ്മാവ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറയും. പക്ഷെ പറയാനുള്ളത് പറയണം. ഇന്ന് പുരോഗമന ചിന്താഗതി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ജീവിക്കുന്നത്. ഇപ്പൊ തന്നെ ഇടയ്ക്ക് റീസെന്റ് തമ്മിൽ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ
ഒരുപാട് സ്ത്രീകൾ, കുറച്ച് ഏജ് ആയിട്ടുള്ള സ്ത്രീകൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ന്യൂ ജെൻ ആയിട്ടുള്ള പിള്ളേർ വന്നിട്ട് ഡ്രസ്സിങ്ങിൽ അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, അതാണ് മാങ്ങയാണ് തൊലിയാണെന്നൊക്കെ ഇരുന്നങ്ങ് ചർച്ച ചെയ്ത് വിടുന്നുണ്ട്. അത് ഒരാളുടെ ഇഷ്ടമാണ്, മറ്റേ നമ്മളല്ല അമ്മാവന്മാരാണ് അമ്മായിയമ്മമാരാണ് ഈ ഒരു മൈൻഡിൽ അങ്ങ് എഴുതി തള്ളുക. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇന്ന് എല്ലാത്തിൻ്റെയും ഇത് സൗകര്യങ്ങളും കൂടിയപ്പോൾ കടികൾ കൂടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. സീരിയസ്ലി ഞാൻ പറയാം. കാരണം ഡ്രസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം തന്നെയാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ ഒക്കേഷൻ അനുസരിച്ചിട്ട് മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കാൻ പഠിക്കുക. ബീച്ചിൽ പോകുമ്പോൾ സാരി ഉടുക്കണമെന്ന് ആരും പറയുന്നില്ല, അവിടെ ബിക്കിനി ഇട്ടൊക്കെ പോകുന്നവർക്ക് പോവാം, ഓക്കെ. പക്ഷെ ഒക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ ഒരു ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ അവിടെ അതിൻ്റെതായ രീതിയിൽ മാന്യമായിട്ട് ഡ്രസ്സ് ഇട്ട് വരിക. പിന്നെ അമ്പലങ്ങളിലോ പള്ളികളിലോ പോകുമ്പോൾ അവിടത്തേതായ രീതിയിൽ മാന്യമായിട്ട് പോവുക. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് നീയൊക്കെ എന്ത് തോന്നിയാസോ കാണിക്കും. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മാനം വിറ്റ് ജീവിക്കുന്ന കുറേ സ്ത്രീകളുണ്ട്. അതായത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിറഞ്ഞവന്മാരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് റീൽസും വീഡിയോസും സബ്സ്ക്രിപ്ഷനും അതും ഇതുമൊക്കെ കാണിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. ബാക്ക് തിരിഞ്ഞെന്ന് സൈഡ് തിരിഞ്ഞെന്ന് മറ്റേ എക്സ്പോസീവായിട്ട് കാണിച്ചും കുറേ പൊടിപ്പ് തുങ്ങലും ഒക്കെ കാണിച്ച് ഇങ്ങനെ വീഡിയോസ് ഇടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ ഇതിനൊക്കെതിരെയാണ് ഞാൻ വിമർശിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഒരു പെൺകുട്ടി നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്ന്, അത് കുറച്ച് മോഡേൺ ഡ്രസ്സാണ്, ഇപ്പോൾ ടീഷർട്ട് ജീൻസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്രോക്കോ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സുകൾ ഇട്ട് വന്നു കഴിഞ്ഞാൽ അത് കാണാൻ രസമുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ലാണ്ട് ശരീരത്തിൽ മറച്ചു വെക്കേണ്ട ഭാഗങ്ങളെ പുറത്ത് കാണിച്ചുകൊണ്ടും അതിനെ ഒരുമാതിരി പൊടിപ്പ് തൂങ്ങലിട്ട് എത്തി നോക്കി കാണുന്ന രീതിയിലും ഡ്രസ്സിങ് ധരിച്ചു വരുമ്പോൾ അതിനെ ഞാൻ ഉറപ്പായിട്ട് വിമർശിക്കുന്നത് തന്നെയാണ്. ഇനിയും വിമർശിക്കുക. എനിക്കതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. പണ്ട് ബിഗ് ബോസിൽ കുടുംബ പ്രേക്ഷകരിൽ നിന്ന് കാണുന്ന ഷോയിൽ ഒരുത്തി സിംസി ഇട്ടുകൊണ്ട് നടന്നൊരു ചരിത്രമുണ്ട്, ഓക്കെ. എല്ലാവരും മാന്യമായിട്ട് ഡ്രസ്സും ധരിച്ച് മാന്യമായിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ ഒരുത്തി സിംസ്യൂട്ടും ജിംസ്യൂട്ടും ഒക്കെ ഇട്ട് അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഒക്കേഷൻ പോലും തിരിച്ചറിയാണ്ട് ബോധമില്ലാണ്ട് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നടക്കുന്ന ടീമുകളെയാണ് ഞാൻ എപ്പോഴും വിമർശിക്കുന്നത്. അത് മാന്യമായിട്ട് തന്നെയാണ്. ഇപ്പം മഞ്ജു പിള്ളയുടെ മകളുടെ കേസ്, ഈ ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോൾ ശരീരഭാഗങ്ങളെ പ്രദർശിപ്പിക്കാനുള്ള ഒരു ഷൂട്ടാണെങ്കിൽ എനിക്ക് അതിനോട് പൂർണ്ണ യോജിപ്പൊന്നുമില്ല. പിന്നെ നടത്തുന്നവർക്കൊക്കെ നടത്താം. നമ്മൾ പറഞ്ഞെന്ന് വെച്ചാൽ ഈ നാട് നന്നാവനൊന്നും പോകുന്നില്ല, പറയും, അത്ര തന്നെ. എൻ്റെ അഭിപ്രായം ഞാൻ പറയും. ഇപ്പം മഞ്ജു പിള്ളയുടെ ആ മകളുടെ ഫോട്ടോഷൂട്ട്, അത് ഫോട്ടോഷൂട്ടാണ്, ഫാഷൻ മറ്റേ ഷോ ആണ്, ഓക്കെ ആയിക്കോട്ടെ, എന്തുവേണോ കാണിക്കുക. പണ്ട് ഫാഷൻ ടി വിയിൽ ഞാനിരുന്ന് കണ്ടിട്ടുണ്ട് മറ്റേ ജെട്ടി ഇട്ടുകൊണ്ട് പോകുന്നതൊക്കെ. അപ്പം നമ്മൾ ആ ഒരു പ്രായത്തൊക്കെ ഇരുന്ന് നമ്മൾ ക്യൂരിയോസിറ്റിയിൽ വീട്ടുകാരൊന്നും കാണാതൊക്കെ ഇരുന്ന് ഒളിച്ചൊക്കെ ഇരുന്ന് കാണുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ കാലത്ത് പിള്ളേർ കുട്ടികൾ ഇതുപോലെ ഫോണും സോഷ്യൽ മീഡിയയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിനേക്കാൾ അപരാധമാണ് അവർക്ക് കാണാൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ മക്കളെല്ലാം വഴിതെറ്റി പോകുന്നു എന്ന് പറയുന്നതിൽ വലിയ അത്ഭുതമൊന്നും എനിക്ക് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയ ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് എന്ന് പറഞ്ഞ് ഈ ഒരു ഭാഗം തന്നെ നമുക്ക് നോക്കാം, ഓക്കെ. പണ്ട് നമുക്ക് ഇതുപോലെ ഒന്നും കാണാൻ പറ്റത്തില്ല, പക്ഷെ ഇന്ന് അങ്ങനെ അല്ലല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുത്താൽ തന്നെ അപരാധത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഇൻസ്റ്റാഗ്രാം എന്നൊക്കെ പറയുന്നത്. സംഭവം സർവ്വസാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് അമ്മാവൻ്റെ ലിസ്റ്റ് ചെയ്യാൻ, ഓ ശരി ഞാൻ അതിൽ അമ്മാവൻ തന്നെ, ഞാൻ പറയാനുള്ള പറയും. എനിക്ക് യോജിപ്പൊന്നുമില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി വരുന്നൊരു ചടങ്ങാണ്, ഇവിടെ കുറച്ച് മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കായിരുന്നു, കുറച്ച് കയറ്റിയെങ്കിലും ഇടായിരുന്നു, ഓക്കെ. എന്തായാലും തസ്നീം ഖാൻ ഇത് പറഞ്ഞത് വൻ ചർച്ചാ വിഷയമായി. മെയിൻ സ്ട്രീം ചാനലടക്കം ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനൊരു ചാനൽ ചർച്ച കൊടുക്കാം. പരിപാടിയിൽ പങ്കെടുക്കുന്നവർ മാന്യമായി വസ്ത്രം ധരിച്ചു വരണമെന്ന് നടി തസ്നീം ഖാൻ. പുതുമുഖ നടി ഐശ്വര്യ ചന്ദ്രനെതിരെയാണ് തസ്നീം ഖാന്റെ വിമർശനം. മുഖ്യമന്ത്രി വി.ഡി. സതീശനൊപ്പം ഫോട്ടോ എടുക്കുന്ന വീഡിയോയിലാണ് തസ്നീം ഖാൻ തന്റെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തിയത്. ഐശ്വര്യയുടെ വസ്ത്രധാരണത്തെ വിമർശിച്ചുകൊണ്ടാണ് തസ്നീം ഖാന്റെ കമന്റ്. ഒരു പ്രധാനപ്പെട്ട സദസ്സിൽ മാന്യമായി ഡ്രസ്സ് ധരിച്ച് വരണമെന്നാണ് അവർ പറയുന്നത്. ഈ പലപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്, പിള്ളേർക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം, അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ വരുന്ന ചടങ്ങിൽ മാന്യമായി ഡ്രസ്സ് ധരിച്ച് വരിക എന്നുള്ളത് അവരുടെ ഒരു ബാധ്യത കൂടിയാണ്, അവരുടെ ഉത്തരവാദിത്തമാണ്. ഈ പിന്തുണ അറിയിച്ചുകൊണ്ട് നിരവധി ആളുകൾ തസ്നീം ഖാന്റെ താഴെ ലൈക്കുകളും കമന്റുകളും മറ്റും എത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിലാണ് നടി ഐശ്വര്യ ചന്ദ്രൻ മുഖ്യമന്ത്രിക്കൊപ്പം ഫോട്ടോ എടുത്തത്. ഏതായാലും ജോർജ് ജോർജിന്റെ പുതിയ സിനിമയിലെ നായികയാണ് ഐശ്വര്യ. ഓക്കെ, ജോർജ് ജോർജിന്റെ പുതിയ സിനിമയിലെ നായികയാണ് ഐശ്വര്യ. എന്തായാലും നല്ല കാര്യം, ഓക്കെ. എയറിലായിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഐശ്വര്യ 10 ആൾക്കാർ അറിഞ്ഞു. തസ്നീം ഖാന്റെ ഒരു കമന്റ് കാണും, മെയിൻ സ്ട്രീം ചാനലടക്കം ചർച്ച ചെയ്യുന്ന രീതിയിലോട്ടായിട്ടുണ്ട്. എനിക്കറിയത്തില്ല എന്ന് ഐശ്വര്യ എന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത് ഈ പെണ്ണെന്ന്, ഓക്കെ. എന്തായാലും നാട്ടിൽ 10 ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട്. ഒരാൾ മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കുക എന്നത് തന്നെയാണ് എൻ്റെയും ഒരു അഭിപ്രായം. അല്ലാണ്ട് വേറെ നമുക്ക് മറ്റേ അഭിപ്രായമൊന്നുമില്ല. ഞാനൊരു പോസ്റ്റ് ഒന്ന് വായിക്കാം. മുഖ്യമന്ത്രി വരുന്ന സദസ്സിൽ മാന്യമായ വസ്ത്രം ധരിക്കണം, പുതുമുഖ നടി ഐശ്വര്യക്കെതിരെ തസ്നീം ഖാൻ. തസ്നീം ഖാനെതിരെയും ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ മാന്യമായിട്ടൊക്കെ ഡ്രസ്സ് ധരിക്കുക, അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് അൽക്കുലത്തെ ഡ്രസ്സുകൾ ഇട്ട് വന്നിട്ട് അതിൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറയുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല. ഒക്കേഷൻ അനുസരിച്ചിട്ട് ഡ്രസ്സ് ധരിക്കാൻ പഠിക്കുക. ഇനി നമ്മുടെ രാഹുൽ ഈശ്വർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ടു നോക്കാം. തസ്നീം ഖാൻ വേഴ്സസ് ഐശ്വര്യ ചന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ വേദിയിൽ മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന തസ്നീം ഖാന്റെ കമന്റ് വൈറലാണ്.
മനോരമ അടക്കമുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ അത് കോട്ട് ചെയ്തു. ഇത് ഐശ്വര്യ ചന്ദ്രൻ പുതിയൊരു സിനിമയിലെ നായികയാണ്, നല്ല ഹൈ ക്വാളിറ്റി കോണ്ടന്റ് ഇൻഫ്ലുവൻസർ ആണ്. തസ്നി ഖാൻ നമുക്ക് ഏറെ പ്രിയപ്പെട്ട, പല ദശാബ്ദങ്ങളായി മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കലാകാരിയാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള, അല്ലെങ്കിൽ രണ്ടുപേരും ഉയർത്തുന്ന ആശയങ്ങൾ തമ്മിലുള്ള ഒരു സംവാദമാണ് നമ്മൾ പരിശോധിക്കുന്നത്. പൊതുവെ നമ്മളെ സമൂഹത്തിൽ ചെയ്യുന്നത്, തസ്നി ഖാൻ ഇങ്ങനെ പറയുമ്പോഴും ഐശ്വര്യ ചന്ദ്രന്റെ ഡ്രസ്സിംഗ് ഈ പാറ്റേണിലാവുമ്പോഴും രണ്ടുപേരെയും അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുകയാണ്. ഒന്നെങ്കിൽ തസ്നി ഖാന് തന്തവൈബാണ്, തള്ളവൈബാണ്, അവരൊക്കെ ഗതകാലത്തിന്റെ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് അവരെ അവഹേളിക്കുകയും മാറ്റി നിർത്തുകയും അവരുടെ വാദഗതികൾ പരിശോധിക്കാതിരിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ മറുഭാഗത്ത് ഐശ്വര്യ ചന്ദ്രൻ അടക്കമുള്ളവർ അവളുടെയൊക്കെ ഡ്രസ്സ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് മോശമായ രീതിയിൽ കമന്റ് ചെയ്യുക. അങ്ങനെയല്ല, ഇതൊരു ജെനുവിൻ ഡിബേറ്റാണ്, ഒരു ജെനുവിൻ സംവാദമാണ് നമ്മുടെ സമൂഹത്തിൽ. നമ്മുടെ സമൂഹം കൂടുതൽ ലിബറൽ ആവുന്നതോടുകൂടി, കൂടുതൽ മോഡേൺ ഇൻ കോട്ട്സ് ആവുന്നതോടുകൂടി ഈ ഡിബേറ്റ്സ് കൂടുതൽ വരും. അതായത് ഈ ഡിബേറ്റിന്റെ ആത്മാംശം നിങ്ങൾക്ക് ആരെയും വേണമെങ്കിൽ പിന്തുണയ്ക്കാം. ബഹുമാന പുരസരം രണ്ടുപേരെയും, ഒന്നെങ്കിൽ തസ്നി ഖാനെ പിന്തുണയ്ക്കാം, അല്ലെങ്കിൽ ഐശ്വര്യ ചന്ദ്രനെ പിന്തുണയ്ക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഐശ്വര്യ ചന്ദ്രൻ വളരെ നല്ല ക്വാളിറ്റി കണ്ടന്റ് ഇടുന്ന, ഒരു ഹൈ എൻഡ് ലൈഫ് സ്റ്റൈൽ അടക്കം അതിനെക്കുറിച്ച് കണ്ടന്റ് ചെയ്യുന്ന വ്യക്തിയാണ്. അവരുടെ 1-2 കണ്ടന്റ് ഞാൻ നോക്കുകയുണ്ടായി, വളരെ നല്ലതാണ്. അവർ ഈ ഫോട്ടോ പങ്കുവെച്ചായിട്ടും ഞാൻ കണ്ടില്ല. ഒരുപക്ഷെ വിവാദങ്ങൾ വന്നപ്പോൾ ഡിലീറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ കോൺട്രവേഴ്സി വന്നപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ഒരു വിവാദം വേണ്ട എന്ന് വിചാരിച്ചായിരിക്കാം. അത് അവരുടെ മാന്യത. തസ്നി ഖാനും അതേപോലെ വളരെ ജെനുവിൻലി കമന്റ് ചെയ്തതാണ്. അപ്പൊ ഇവരെ ബഹുമാനിച്ചുകൊണ്ട് രണ്ടുപേരും ഉയർത്തുന്ന വാദഗതികൾ പരിശോധിക്കാം. അതായത് ഈ പാറ്റേൺ ഡ്രസ്സാണ്, ഈ ഒരു ഡ്രസ്സാണ് ആ കുട്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ റിവീൽ ചെയ്യുന്ന ഡ്രസ്സാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ആരോപണം, അല്ലെങ്കിൽ തസ്നി ഖാന്റെ വാദത്തിന്റെ മുൾമുന എങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ആധുനിക തലമുറയിലെ പെൺകുട്ടികൾ പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ അൺമൈൻഡ്ഫുൾ ആണ്. അത് അൺമൈൻഡ്ഫുൾ ആകണോ വേണ്ടയോ എന്നുള്ളതാണ് യഥാർത്ഥത്തിലെ ഡിബേറ്റ്. അതായത് കുറച്ചുകൂടെ മോഡേൺ ആയ, റിവീലിംഗ് ആയ, നെക്ക് ലൈൻ വളരെ താഴ്ന്ന ഡ്രസ്സുകൾ ഇടുന്നത് ഇന്ന് വളരെ ഒരു പാറ്റേൺ ആണ്. അപ്പം തസ്നി ഖാൻ റേസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്, അത് മുഖ്യമന്ത്രിയെ പോലൊരാൾ, അതായത് കുറച്ചുകൂടെ ഫോർമൽ ഫംഗ്ഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ സീനിയേഴ്സ് ആയ മുഖ്യമന്ത്രി പോലുള്ള ആൾക്കാർ വരുന്ന ഒരു വേദിയിൽ ചെയ്യാവും. എനിക്ക് തോന്നുന്നു ഇടിമണ്ണിക്കൽ എന്ന് പറഞ്ഞ ജുവലേഴ്സിന്റെ ഉദ്ഘാടനത്തിനാണ് ഈ ഡ്രസ്സ് അവർ ധരിച്ചത്. അപ്പോൾ അത് ജുവലേഴ്സിന്റെ ഡ്രസ്സ് അല്ലേ, അല്ലെങ്കിൽ ഒരു ജുവലറി പോലെ ഫാഷനബിൾ ആയ ഒരു സ്ഥലമല്ലേ, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ചൂടെ, അവിടെ മുഖ്യമന്ത്രി വന്നില്ലായിരുന്നെങ്കിൽ ഓക്കെ ആണോ, തുടങ്ങിയ ധാരാളം ചോദ്യങ്ങളും. അവിടെയാണ് ഇതൊരു ജെനുവിൻ ഡിബേറ്റ് ആകുന്നത്. അവിടെയാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ടേക്കും കൂടുതൽ പറയാം. അതായത് 2 കാര്യങ്ങളാണ്. പെൺകുട്ടികൾക്ക് എന്ത് വസ്ത്രം ധരിക്കാനും അവർക്ക് അവകാശമുണ്ട്, ആൺകുട്ടികൾക്കും എന്ത് വസ്ത്രം ധരിക്കാനും അവർക്ക് അവകാശമുണ്ട്. പക്ഷേ സാഹചര്യവും കോണ്ടെക്ച്വലും ആണെങ്കിൽ നല്ലതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് മുമ്പ് ഞാൻ വളരെ ആദരവോടെ തന്നെ ഹണി റോസിനെ അല്ലെങ്കിൽ അമല പോളിനെ ഒരു കോളേജിലെ പരിപാടിക്ക് പോകുന്നതിലെ ഡ്രസ്സിലെ വിമർശിച്ചതിന്റെ ഒക്കെ ഒരു കോറെന്ന് പറഞ്ഞാൽ, നമ്മളൊരു പാർട്ടിക്ക് പോകുമ്പോൾ, ഫ്രണ്ട്സിനോടൊത്തുള്ള പാർട്ടിക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു DJ പാർട്ടിക്ക് പോകുമ്പോൾ, നൈറ്റ് ക്ലബിൽ പോകുമ്പോൾ, ഒരു ആഘോഷത്തിന് പോകുമ്പോൾ ഇടുന്ന വസ്ത്രങ്ങൾ പോലെയാണോ ഒരു പൊതുപരിപാടിയിൽ പോകേണ്ട വസ്ത്രങ്ങൾ? ഇതാണ് അതിലെ ഒരു കോർ ക്വസ്റ്റ്യൻ. അതൊരു സദാചാര ആംഗിളിനേക്കാൾ, അമ്മാവൻ വൈബിനേക്കാൾ കുറെ കൂടെ പ്രൊപ്രൈറ്റി, അല്ലെങ്കിൽ കുറെ കൂടെ സാഹചര്യത്തിന് അനുകൂലമായ വസ്ത്രം തുടങ്ങിയ കാര്യങ്ങളാണ്. ആ സാഹചര്യത്തിന് അനുകൂലമായ വസ്ത്രം വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പൊ ഉദാഹരണം, ഒരു പയ്യൻ, ഒരു ബോയ് മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കുന്ന വളരെ റിവീലിംഗ് ആയ ഒരു ഷർട്ടും സ്ലീവ്ലെസ് അടക്കമുള്ള കാര്യങ്ങൾ ഒരു ആണിട്ടുകൊണ്ട് വരികയാണെങ്കിൽ അതിനൊന്നെങ്കിൽ വിമർശനമോ അതിനൊന്നല്ലെങ്കിൽ കളിയാക്കലോ ഒക്കെ ഉണ്ടാവും. അപ്പം പെൺകുട്ടികൾ എന്ത് വസ്ത്രം ധരിച്ചാലും അതിന് ആശയപരമായി, വ്യക്തിപരമായിട്ടല്ല, ആശയപരമായി വിമർശിച്ചൂടാ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. എന്നാൽ മാറുന്ന അഭിരുചികൾ നമ്മൾ മനസ്സിലാക്കുകയും വേണം, മാറുന്ന താല്പര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും വേണം. പക്ഷെ ഞാൻ കൂടുതൽ ലീനിങ് തസ്നി ഖാന്റെ പോയിന്റിനോടാണ്. കാര്യം, സാമൂഹിക പരിപാടികളിൽ പോകുമ്പോൾ ഒരുപാട് റിവീലിംഗ് ആയ, അല്ലെങ്കിൽ ഒരുപാട് സമൂഹത്തിൽ വിമർശനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വസ്ത്രങ്ങളെക്കാൾ കൂടുതൽ നല്ലത് കുറെ കൂടെ ക്ലാസി ആൻഡ് എലഗന്റ് വസ്ത്രങ്ങളാണ്. നേരെ തിരിച്ച് ഞാൻ അതുകൊണ്ട് പലപ്പോഴും പറയുന്നത്, പർദ്ദ ഇട്ടുകൊണ്ട് ആരും നൈറ്റ് ക്ലബ്ബിൽ പോകണമെന്ന് പറയുന്നില്ല. പർദ്ദ ഇട്ടുകൊണ്ട് നൈറ്റ് ക്ലബ്ബിൽ പോയാൽ, അല്ലെങ്കിൽ ഹാഫ് സാരി ഉടുത്ത്, ധാവണി ഉടുത്ത്, നല്ല മലയാളി മങ്കയായിട്ടും മറ്റേ കസ ഉടുത്ത് പോകണമെന്ന് പറയുന്നില്ല. കാര്യം അത് ആ സാഹചര്യത്തിനും സന്ദർഭത്തിനും യോജിക്കാത്തതാണ്. അപ്പൊ സാഹചര്യത്തിനും സന്ദർഭത്തിനും യോജിച്ച വസ്ത്രധാരണം വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നിങ്ങൾ ആരോടാണ് കൂടുതൽ യോജിക്കുന്നത്? തസ്നി ഖാനോടാണോ ഐശ്വര്യ ചന്ദ്രനോടാണോ? രണ്ടുപേരും കലാകാരികളാണ്. രണ്ടുപേരെയും ബഹുമാനത്തോടെ നമുക്ക് അവരുടെ നിലപാടുകളെ വിമർശിക്കാം, അല്ലെങ്കിൽ പരാമർശിക്കാം. അത്രേ ഉള്ളൂ. ഞാനും അതേ പറയുന്നുള്ളൂ. സാഹചര്യം അനുസരിച്ചിട്ട് ഡ്രസ്സ് ധരിക്കുക. ഇപ്പൊ ഈ പറയുന്ന പോലെ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അവിടെ അതിൻ്റെതായ ഡ്രസ്സൊക്കെ ഇട്ട് പോകാറുണ്ട്. കാരണം എൻജോയ് ചെയ്യാൻ, വൈബ് അടിക്കാൻ വേണ്ടിയിട്ടൊക്കെ.
അല്ലാണ്ട് ഒരു പൊതുവേദിയിലോ ഒരു പൊതുപരിപാടിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ എന്തെങ്കിലും ഇനാഗ്രേഷനോ ഫംഗ്ഷനോ ഒക്കെ ആയിട്ട് പോകുന്ന സമയത്ത് കുറച്ച് മാന്യമായിട്ട് ഡ്രസ്സ് ധരിക്കുക. ഇവിടെ ഒരുപാട് ഇനാഗ്രേഷൻ റാണിമാരുണ്ട്. എന്തൊക്കെ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തൊക്കെ എവിടെയൊക്കെ വലിച്ചു വാരി കെട്ടി വെച്ചും കൊണ്ടൊക്കെ പോകണം എന്ന് ഉള്ളത്. അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ ഒരിക്കലും സപ്പോർട്ടൊന്നും ചെയ്യത്തില്ല, എനിക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റത്തില്ല. ഇത് നമ്മളൊരു ഒക്കേഷൻ അനുസരിച്ചിട്ട് ഡ്രസ്സ് ധരിക്കണം എന്ന് പറയുന്നത് നമ്മൾ അമ്മാവൻ മൂഡിലാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പേര് ചാർജ് തന്നാൽ. ഓക്കെ, ഒക്കേഷൻ അനുസരിച്ച് എപ്പോഴും ഡ്രസ്സ് ധരിക്കാൻ പഠിക്കുക. ഇതിപ്പോൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി, ആ പരിപാടിയിൽ എങ്ങനെ ഡ്രസ്സ് ധരിക്കണം? ബിക്കിനി ഇട്ടുകൊണ്ട് വരാൻ പറ്റുമോ? ഓക്കെ, അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനം, മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തും, ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഡ്രസ്സ് ധരിക്കുക. അവിടെ 10 ആളെ കാണിച്ച് കുറേ കാമഭ്രാന്തന്മാരെ കമൻറ്റ് നെഗറ്റീവ് വാങ്ങിച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണോ ഈ കാണിക്കുന്നത് ഈ പ്രഹസനം എന്ന് വരെ എനിക്ക് തോന്നിപ്പോകുന്നു. സീരിയസ്ലി കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. കാരണം എനിക്ക് അങ്ങനെയൊക്കെ തോന്നി, ഒരുമാതിരി എന്തൊക്കെ പോലെയൊക്കെ കാട്ടിക്കൂട്ടുന്നതൊക്കെ പോലെ. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഒരു ചർച്ചയിൽ വന്നിരുന്ന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് അമ്മാവനാക്കും. എന്നാ പിടിയാണ് നീ അതുലമ്മാവൻ, ശരി സന്തോഷം, ഞാൻ ആ പട്ടം വാങ്ങിച്ച് കഴുത്തി കൂടി ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അല്ലേ? അതല്ല അതിൻ്റെ ഒരു രീതി. പിന്നെ അല്ലാണ്ട് ഞാൻ എന്ത് പറയാനാ? ഇപ്പം നമ്മൾ വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് അമ്മാവനാക്കും. ഓക്കെ, ഡ്രസ്സിങ് എന്ന് പറയുന്ന ഓരോരുത്തരുടെ ഇഷ്ടമാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ്. പക്ഷെ എവിടെ എങ്ങനെ മാന്യമായിട്ട് ഡ്രസ്സ് ധരിച്ച് നടക്കണം എന്നുള്ളതും കൂടി ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. ഈ പുരോഗമന ചിന്താഗതികൾ നിറഞ്ഞ ഇന്നത്തെ പിള്ളേരും കുറച്ച് പുരോഗമന ചിന്താഗതി കയറി കിടക്കുന്ന ആൾക്കാരും. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. ഒക്കേഷൻ അനുസരിച്ചിട്ട് എപ്പോഴും ഡ്രസ്സ് ധരിക്കാൻ പഠിക്കുക. നാട്ടുകാരെ കൊണ്ട് എന്തിനു പറയിപ്പിക്കാൻ നിൽക്കുന്നത്? അപ്പോൾ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നായിരിക്കും നിങ്ങളുടെ ഉത്തരം. വേണ്ട, നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെങ്കിൽ പറയുന്നത് കേട്ടുണ്ടെങ്കിൽ ഇരിക്കുക. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇപ്പോൾ തസ്നീഖാനോടൊപ്പം തന്നെയാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ കേട്ടോ. ഇപ്പോൾ മാന്യമായിട്ട് നമുക്ക് വിമർശിക്കാം. അന്ന് മറ്റേ താത്ത വന്നിട്ടും 5 പിള്ളേരെ മോര പൂരത്തെറിയും വിളിച്ചും നീ മറ്റേ പിടിക്കാൻ വെച്ച് കൊടുക്കുന്ന അടി എന്നുള്ള രീതിയിലൊന്നും പ്രതികരിക്കാൻ നമ്മളില്ലേ? നമ്മൾ ഉള്ളതുപോലെ പറയും, മാന്യമായിട്ട് പറയും. അല്ലാതെ താത്തേക്കാന്ന് പ്രതികരിച്ച് നീ മറ്റേ വെച്ചു കൊടുക്കണടി പിടിക്കാനടി ഈ ഒരു സെറ്റപ്പിലൊന്നും നമ്മളില്ലേ, നമ്മളെ കിട്ടില്ലേ? എന്തിന് ഞാൻ ജയിലിൽ പോണത്? എനിക്ക് എന്തിൻ്റെ കേട്? എനിക്കൊരു കേടുമില്ല. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടി ജീവിക്കുക. എന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ശരി, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിനോടോ യോജിപ്പാണോ വിയോജിപ്പാണോ? അപ്പോൾ ശരി, പുതിയൊരു വീഡിയോ ആയിട്ടാണ്.